ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മൊബൈലിലേക്ക് വന്നൊരു സന്ദേശം. അതിങ്ങനെയായിരുന്നു: ആത്മഹത്യയുടെ വിധി എന്താണ്? അയാൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ, ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി ആവർത്തിക്കുമെന്ന് അയാളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആത്മഹത്യയുടെ മതവിധി എന്താണ്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, നല്ല കാര്യം. ശരി, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ജോലിയില്ല, ആളുകൾക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ ശരിക്കും ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിത പരാജയങ്ങളുടെ കെട്ടഴിക്കാൻ അദ്ദേഹം ആരംഭിച്ചു. തനിക്ക് ജീവിതത്തിൽ ലഭിച്ച കഴിവുകൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മിക്ക ആളുകളുടെയും കുഴപ്പം ഇവിടെയാണ്. നമുക്ക് നമ്മെക്കുറിച്ച് അപകർഷതാബോധമൊന്നും വേണ്ട. അതിൻ്റെ കാര്യമല്ല. പർവ്വതത്തിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ആളെ നോക്കി എനിക്കവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവൻ ആ പർവ്വതത്തിൻ്റെ ചെറിയ ഭാഗമെങ്കിലും ഒന്ന് കയറി നോക്കുക. ചുരുങ്ങിയത് അത് കയറി നോക്കാനുള്ള ശ്രമമെങ്കിലും ഉണ്ടായിക്കൂടെ? ജീവിതത്തിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കണമെങ്കിൽ പോലും അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും, നമ്മൾ എന്തിലേക്കാണോ ചുവട് വെക്കേണ്ടത് അതിലേക്ക് ചുവട് വെച്ച് തുടങ്ങുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.